ഹായ് ഹലോ ഇറ്റ്സ് മീ ഹെന്ന. നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഒരു ഈവനിങ് ടു നൈറ്റ് വരെയുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഞാൻ തലേന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ എൻ്റെ ബ്രദർ വരുന്നു, അപ്പോൾ അവനക്ക് വൈകുന്നേരമാണ് അവർ വരുന്നത്. അപ്പോൾ ബിരിയാണി വെക്കാമെന്ന് വെച്ചു. അപ്പോൾ അതിന് മുന്നായിട്ട് ഞാൻ ഇവർക്ക് കുറച്ച് ന്യൂഡിൽസ് ഉണ്ടാക്കി കൊടുത്തിട്ട് ഒരു 3 മണിക്ക് ആയപ്പോൾ അതിന് ശേഷം ബിരിയാണിക്കുള്ള പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഓണിയൻ കട്ട് ചെയ്ത് വെച്ച് വേറൊരു പാൻ എടുത്ത് അതിനകത്ത് കോക്കനട്ട് ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുത്ത്. ഓയിലല്ല, ഞാൻ കപ്സ വയ്ക്കുമ്പോഴും അതുപോലെ കുഴിമന്തിയൊക്കെ വയ്ക്കുമ്പോൾ ഓയിലാണ് എടുക്കാറ്, അല്ലെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ വയ്ക്കാറ്. അപ്പോൾ വെളിച്ചെണ്ണയിൽ ചിക്കൻ 1 by 1 ആയിട്ട് വെച്ച് കൊടുത്തിട്ടാണ്. ഇത് ചിക്കൻ ഞാൻ ഡീപ്പ് ഫ്രൈ ചെയ്യാറില്ല, കാരണം ശാലോ ഫ്രൈ ആണ് ചെയ്യാറ്. കാരണം എനിക്ക് തോന്നും ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് മസാലയിലിടുമ്പോൾ ഒരു ടേസ്റ്റില്ലേ, ശാലോ ഫ്രൈ ചെയ്തിട്ട് മസാലയിൽ കിടന്ന് വെന്ത് വരില്ലേ, അപ്പോൾ എനിക്ക് തോന്നും കുറച്ചും കൂടി ചിക്കൻ സോഫ്റ്റ് ആയ പോലെയും നല്ല ടേസ്റ്റ് ചെയ്യുമാതിരി എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. സോ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഞാൻ എപ്പോഴും ചെയ്യാറ്, ഇങ്ങനെ ഫ്രൈ ചെയ്ത് വെക്കുന്ന ടൈമിൽ. അതിന് ശേഷം 1 by 1 ആയിട്ട് ഇതിനകത്ത് വെച്ച് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ഈ വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ ഞാൻ മസാല കൂട്ടാറ്. കാരണം ഈ ഒരു ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണ ബാലൻസായി പോവില്ല, പിന്നെ ഇതിനകത്ത് കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്യും ഇതിൽ തന്നെ സവാള വാട്ടി നമ്മൾ മസാല കൂട്ടി എടുക്കുമ്പോൾ. അപ്പോൾ സവാള ഇട്ട് കൊടുത്ത് പിന്നെ പച്ചമുളക് ഇട്ട് കൊടുത്ത് അതൊന്ന് വാടി വന്നപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടാണ്. പിന്നെ ഇതിനകത്ത് ഞാൻ ചിക്കൻ മാഗ്നേറ്റ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ വേറൊരു മസാല യൂസ് ചെയ്തിട്ടാണ് മാഗ്നേറ്റ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തില്ല കേട്ടോ, കാരണം ഇതിനകത്ത് മഞ്ഞൾപ്പൊടി ആവശ്യമില്ല, അത് കാരണം ഇട്ട് കൊടുത്തില്ല. അതർവൈസ് ഞാൻ ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വാടിയെടുക്കുക. സാധാരണ വാടൽ കുറഞ്ഞു കഴിഞ്ഞാൽ ബിരിയാണിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല, നന്നായിട്ട് വാടിയാൽ മാത്രം കേട്ടോ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ അതിനകത്ത് ഞാനൊരു മാഗി ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചിക്കൻ്റെ. അതിട്ടിട്ടും നന്നായിട്ട് വാട്ടി കൊടുക്കുക. വാട്ടി കഴിഞ്ഞ് അതൊന്ന് അത്യാവശ്യം ഒരു പാകമായി വരുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ പൊടികളായിട്ട് ഒരു സ്പൂണോളം ചിക്കൻ മസാല ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരു 1/2 സ്പൂണോളം ഗരം മസാല ആഡ് ചെയ്തിട്ടുണ്ട്, 1 സ്പൂണോളം മുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 3 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ പുതിനയും മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പുതിന നമ്മളെ വീട്ടിലുണ്ടായ പുതിന തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുറ്റത്തുനിന്നൊക്കെ പോയി പൊട്ടിച്ച്, നല്ല രസമുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ പുതിനയും മല്ലിയിലയും കൂടെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ്. എന്നിട്ട് നന്നായിട്ട് വാട്ടിയെടുത്ത് ചെറിയ തീയിലിട്ടിട്ട് ഞാൻ കുറേ നേരം വാട്ടും കേട്ടോ, എന്നാലാണ് സവാളയൊക്കെ നല്ല ടേസ്റ്റായി വരുള്ളൂ. പിന്നെ നന്നായി വാടി അതിങ്ങനെ വരുന്നുണ്ട്. വാടി വന്നപ്പോൾ അതിനകത്തേക്ക് ഞാൻ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടാണ്. പിന്നെ ഞാനിത് 1 കപ്പാണ് ബിരിയാണി റൈസ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് എന്ന് വെച്ചാൽ ഇച്ചിരി വലിയ കപ്പ് കേട്ടോ. പിന്നെ ആ കപ്പിനകത്തേക്ക് നമ്മൾ 1 കപ്പിന് 2 കപ്പ് വെള്ളം എന്നുള്ള റേഷ്യോയിലാണ് കേട്ടോ ഞാൻ വേവിക്കാൻ വെക്കണത്. അപ്പോൾ അരി കഴുകി ഞാൻ കുതിർത്താൻ വേണ്ടി ഇങ്ങനെ ഒരു ടബിനകത്താക്കി വെച്ചിട്ടുണ്ടായിട്ടാ. അപ്പോൾ അത് കുതിർന്ന് നമ്മൾ കുറച്ച് നേരം വയ്ക്കുമ്പോൾ അതിങ്ങനെ കുതിർന്ന് വന്നിട്ടുണ്ടാവും. പിന്നെ ഇപ്പോൾ ഈ ചിക്കനൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാനൊരു ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വയ്ക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ അതിനകത്ത് കിടന്ന് ചിക്കൻ നല്ല സോഫ്റ്റായി കിട്ടും. എനിക്ക് ശരിക്കും ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ. കാരണം സവോളയ്ക്കും ടേസ്റ്റ് കൂടും, ചിക്കനും ടേസ്റ്റ് കൂടും. ഭയങ്കര ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ഭയങ്കര മുരിഞ്ഞ മരിയും ചിക്കൻ, അതെന്തോ എനിക്കിഷ്ടമാവില്ല. പിന്നെ ഇതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് വേറൊരു പാൻ വെച്ചിട്ട് ഇതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് പട്ട, കരയാമ്പൂ, ഏലക്ക, പിന്നെ ഒരു ബേ ലീഫും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. കുരുമുളക് ഇത്ര സാധാരണ നമ്മൾ ബിരിയാണി വയ്ക്കുമ്പോഴാണ് സ്പൈസസ് ഇല്ലേ, അതൊക്കെ ഇട്ട് കൊടുത്തിട്ടാ. അതൊക്കെ ഇട്ട് കൊടുത്ത് അതൊന്ന് ചൂടായി വന്നതിന് ശേഷമാണ് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തത്. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ളത് ഞാൻ വലിയ റൈസ് ആവുമ്പോഴാണ് കേട്ടോ അങ്ങനത്തെ ഒരു റേഷ്യോ കൊണ്ടുപോകാറ്. അതായത് നമ്മളുടെ ഇപ്പം ഗൾഫിൽ നിന്ന് കൊണ്ടുവരാൻ വെച്ചാൽ മദീന റൈസ്, ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അലിബാബ അങ്ങനത്തെ നീളൻ റൈസ് ഉണ്ടല്ലോ, ഇന്ത്യ ഗേറ്റൊക്കെ നീളൻ റൈസ് തന്നെയാണ്. അതിനാണ് ഇങ്ങനത്തെ. ചെറിയ അരിയാന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കപ്പിന് 3/4 കപ്പ് വെള്ളമൊക്കെ എടുക്കാറുള്ളൂ. പിന്നെ ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തു കേട്ടോ. ഇതിങ്ങനെ വീഡിയോയിൽ വീണില്ല എന്നുള്ളത്, പക്ഷേ ഞാൻ കുറച്ചും കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് മക്രോണി വെച്ചു. ഇതുപോലെ സവാളയൊക്കെ വാട്ടി തക്കാളി ഇട്ട് കുറച്ച് സോസേജൊക്കെ ഇട്ട് അങ്ങനെ മക്രോണി വെച്ചു. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ സാലഡും ഉണ്ടാക്കിയിട്ടാണ്. അത് കഴിഞ്ഞപ്പോൾ കിച്ചണൊക്കെ നല്ല വൃത്തിയേടായി കിടക്കുന്നുണ്ടായി. അപ്പോൾ അത് കുറച്ചായിട്ട് വേഗം ക്ലീൻ ചെയ്തെടുത്തു. ഞാൻ പറയാറുണ്ടല്ലോ, പാത്രം ഞാൻ വേഗം കഴുകും, കാരണം ഞാൻ തന്നെ കഴുകണ്ടേ കുറച്ച് കഴിഞ്ഞാൽ കൂട്ടിയിട്ടാലും. അത് കാരണം വേഗം കഴുകുമ്പോൾ അത്രയ്ക്കും പണി കുറഞ്ഞ മാതിരി ഫീൽ ചെയ്യും കേട്ടോ എനിക്ക്. അത് കഴിഞ്ഞ് മറ്റേ സ്റ്റൗവൊക്കെ ക്ലീൻ ചെയ്ത് അതിൻ്റെ റിങ്ങും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ്, കാരണം അതുമൊക്കെ എന്തൊക്കെയോ ആയിട്ടുണ്ടായി തെറിച്ചിട്ടൊക്കെ. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് പിന്നെ നമ്മൾ വേസ്റ്റ് ബാസ്ക്കറ്റത്തെ വേസ്റ്റൊക്കെ കളഞ്ഞ് അതിൻ്റെ ഉള്ളിൽ ഞാൻ സ്പോഞ്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അലക്കല്ലിൻ്റെ പോർഷനാണിത്. അലക്കല്ലിൻ്റെ അവിടുത്തെ ഹോളിനകത്ത് ഞാനൊരു സ്പോഞ്ച് വെച്ചിട്ടുണ്ട്. ആ സ്പോഞ്ച് കൊണ്ടാണ് ക്ലീൻ ചെയ്യാറ്.
ക്ലീൻ ചെയ്ത് അതങ്ങനെ കൊണ്ട് ഉണക്കാൻ വെച്ച്. വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേനും രാത്രിയൊക്കെ ആകുമ്പോഴത്തേനും വെള്ളമൊക്കെ വലിഞ്ഞ് കിട്ടി. പിന്നെ ഇത് ഒരുപാട് നനയ്ക്കുമ്പോൾ അതിൻ്റെ സൈഡിൽ ഇച്ചിരി തുരുമ്പ് വരും. കാരണം ഇതിൻ്റെ അല്ലേ, ഇരുമ്പ് പോലത്തെ അല്ലേ, അപ്പോൾ അത് ഞാൻ ഇച്ചിരി തുരുമ്പ് വരും. ഞാൻ പക്ഷെ എന്നാലും നനയ്ക്കും. പിന്നെ എന്നിട്ടാ അത് കഴിഞ്ഞ് വീടൊക്കെ ഒന്ന് അടിച്ച് വാരിയിട്ട് പിന്നെ അവർ വരുന്നതിന് മുന്നേ ഞാൻ പ്ലേറ്റൊക്കെ ഇത് സെർവ് ചെയ്യാനുള്ള പ്ലേറ്റ് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് ആൾക്കാരൊന്നുമില്ല, ആകെ 2 ആളുള്ളൂ, എന്നാൽ പോലും എടുക്കാമെന്ന് വെച്ചിട്ടാണ്. പിന്നെ ക്ലീനിങ് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങി കുറച്ച് പുല്ല് പറിച്ച് മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വാരിയിട്ട് പിന്നെ ഇതിൻ്റെ കടയിൽ നിന്നൊക്കെ മണ്ണ് പോയിട്ട് അപ്പോൾ ഞാൻ കുറച്ച് മണ്ണൊക്കെ അതിൻ്റെ കടയിലോട്ടിട്ട്. അത്രേ ഉള്ളൂ കേട്ടോ. ക്ലീനിങ് കാര്യങ്ങളും അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഓൾമോസ്റ്റ് പണി തീർന്നു. ഇപ്പോൾ ഏകദേശം ഒരു 6 മണിയൊക്കെ ആവാറായിട്ടുണ്ട്, ആ നേരമായിട്ടുണ്ട്. പിന്നെ ബിരിയാണി ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടാണ്. അപ്പം തന്നെ പിള്ളേരൊക്കെ കളിയും കാര്യങ്ങളൊക്കെ ആയി. അപ്പം ഞാൻ കുറച്ച് നേരം അകത്തേക്ക് കയറി എടുക്കാനുള്ള പ്ലേറ്റും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത്. കാരണം എപ്പോഴും യൂസ് ചെയ്യാത്ത കാരണം നമുക്ക് അതിനകത്ത് ഇച്ചിരി പൊടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് വാഷ് ചെയ്ത് വെച്ചു. അപ്പത്തിന് അവർ വന്നു. പിന്നെ അവർ വന്നപ്പോൾ അവൾ തന്നെ ഉണ്ടാക്കിയൊരു കേക്ക്, എൻ്റെ അനിയത്തി ഉണ്ടാക്കിയ ഒരു കേക്കും കൊണ്ടാണ് കേട്ടോ വന്നത്. ഡ്രീം കേക്ക് നല്ലതായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായി. അപ്പോൾ അതൊക്കെ കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ. ഇൻഷാ അല്ലാഹ് ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയും ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ തുടർന്നുള്ള വീഡിയോസ് കാണാം. അപ്പോൾ ടാറ്റ ബൈ, ഇറ്റ്സ് മീ ഹെന്ന.